ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. ആ ഒരു ഓറഞ്ച് കട്ടെടുത്തത് ഷാനവാസ് ആണ് എന്ന് പുള്ളി കുറ്റസമ്മതം നടത്തി കേട്ടോ. ഓപ്പൺ ആയിട്ട് അങ്ങനെ സമ്മതിച്ചൊന്നുമില്ല. കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള അപ്പാൻ ഷർത്ത് ചോദിച്ചപ്പോ ഷാനവാസ് തൊട്ടും തന്നെ പറഞ്ഞില്ല. ചീസിന്റെയും ബട്ടറിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് ആ വഴി അലിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റെനെ കള്ളി എന്നും വിളിച്ചതിന് ശേഷമാണ് ഷാനവാസ് ഈ ഒരു കുറ്റസമ്മതം നടത്തിയത്. ഈ സമയത്ത് അക്ബർ ഷാനവാസിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അയ്യാങ്കളിയിലേക്ക് എത്തും എന്ന് തോന്നിപ്പിക്കുന്ന ലെവൽ ഒരു ഫൈറ്റ് ആയിരുന്നു. അവരെ പിടിച്ചു മാറ്റി നിർത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും ഒരാൾ ഇടിച്ചേനെ എന്ന് തോന്നുന്നു. അത്രയും കലിപ്പിലായിരുന്നു രണ്ടുപേരും. ഈ ഒരു കാര്യത്തിൽ റെനയുടെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചീസ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് ചപ്പാത്തിയിൽ വെച്ച് 6-7 പേർക്ക് കൊടുത്തു, എല്ലാവരും കഴിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ അത് മാറ്റി വെച്ചു, കുറച്ചെടുത്ത് കഴിച്ചു, അങ്ങനെയൊക്കെയാണ് റെന പറയുന്നത്. ഷാനവാസ് പറഞ്ഞ പോയിന്റില് ഒരു രീതിയിലുള്ള ലോജിക്കും ഇല്ല. ചീസ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ അത് വെച്ചില്ല എന്ന് പറഞ്ഞാണ് ഷാനവാസ് ഫൈറ്റ് ചെയ്തത്. ചീസ് വെക്കുന്ന സ്ഥലത്ത് വെച്ചില്ല, ചീസ് എടുത്ത് ഒരു ബോക്സിലാക്കി വേറെ ഏതോ ഒരു സൈഡിൽ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഷാനവാസ് പറയുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. ഷാനവാസ് ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി ചോദിച്ചപ്പോൾ തന്നെ അത് ഓപ്പൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. ഓറഞ്ച് ഞാനാണ് എടുത്തത്, അതിനിപ്പോ എന്താ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് ഈ പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വഴി നടക്കുവാണ്, ഇങ്ങനെ ഈ അലിഗേഷൻ നടത്തി ആ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണമെന്ന്. ഇതേത് രീതിയിലാണ് എന്ന് വെച്ചാൽ ഓറഞ്ച് എടുത്തു എന്നുള്ളത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മതിയായിരുന്നു ഇങ്ങനെ ഒരു അലിഗേഷൻ തിരിച്ചു വെക്കേണ്ടത്. അനീഷ് പറഞ്ഞ പോലെ സ്വന്തം കണ്ണിലെ കരടെടുത്ത് കളഞ്ഞിട്ട് വേണം വേറുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഷാനവാസിന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല എന്നാണ് തോന്നുന്നത്. കള്ളത്തരം ആര് കാണിച്ചാലും അത് ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ഇപ്പം ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ അത്രയും ക്യാമറാസ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ എന്ത് നടന്നാലും പ്രേക്ഷകർ അത് അറിയും. വൺ ഓർ ദി അതർ ഡേ പ്രേക്ഷകർ എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഓരോ കള്ളത്തരങ്ങൾ ഓരോരുത്തർ കാണിക്കുമ്പോൾ അത് പ്രേക്ഷകർ അറിയുന്നില്ല എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ പ്രേക്ഷകരെല്ലാം തന്നെ കാണുന്നുണ്ട്.